Hello friends, I am Nisha from Nisha's Kitchen. Welcome to my channel. ഇന്ന് നമുക്ക് വളരെ പെർഫെക്റ്റായി അവൽ വിളയിച്ചത് തയ്യാറാക്കുന്ന റെസിപ്പി നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ 1 കിലോ ചമ്പ അവലാണ് എടുത്തിരിക്കുന്നത്. ചമ്പ അവൽ അല്ലെങ്കിൽ മട്ട അവൽ ഉപയോഗിക്കാം. തേങ്ങ ചുരണ്ടിയത് 1.5 മുറി, ശർക്കര 700 ഗ്രാം, കറുത്ത നിറമുള്ള ശർക്കര കൂടുതൽ നന്നായിരിക്കും. 700 ഗ്രാം ശർക്കര 2.5 ഗ്ലാസ് വെള്ളത്തിൽ ബോയിൽ ചെയ്ത് നന്നായിട്ട് മെൽറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് തണുത്തതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം അരിച്ച് ഇതിൻ്റെ ഡസ്റ്റൊക്കെ കളഞ്ഞെടുക്കണം. പൊട്ടുകടല 1 ടേബിൾ സ്പൂൺ, കറുത്ത എള്ള് 1 ടീസ്പൂൺ, ഏലക്ക 20 എണ്ണം, 1 ടീസ്പൂൺ നല്ല ജീരകം. ഇത് രണ്ടും കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് പൗഡറാക്കി എടുത്തിട്ടുണ്ട്. നെയ്യ് 2 ടേബിൾ സ്പൂൺ. ആദ്യമായിട്ട് നമുക്ക് അവലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ അവൽ ഒരു ഉരുളിയിലാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മീഡിയം ഹീറ്റിലിട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 4-5 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാകും. ഒരുപാട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആകുമ്പോഴേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാം. വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിനി അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ഞാനിപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അവൽ തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ നോക്കാം. ഞാൻ ശർക്കര പാനി അരിച്ചെടുത്ത ശേഷം ഉരുളിയിലാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ അവൽ വിളയിച്ചെടുക്കാനായിട്ട് ഉരുളിയോ അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള പാത്രമോ വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി ഈ ശർക്കര പാനിയിലേക്ക് നമ്മൾ ചുരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 വലിയ മുറി തേങ്ങയാണ് ചുരണ്ടി എടുത്തിരിക്കുന്നത്. ചെറിയ തേങ്ങ അല്ലെങ്കിൽ മീഡിയം സൈസോ ആണെന്നുണ്ടെങ്കിൽ 2 തേങ്ങ മുഴുവനും വേണ്ടി വരും. മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് കണ്ടിന്യൂസ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചുവട്ടിൽ പിടിക്കും. ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് മിക്സ് ചെയ്ത് നമുക്കിതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇത് ലോ ഹീറ്റിലേക്ക് മാറ്റാം. ഏകദേശം ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരാനായിട്ട് ഒരു 20-25 മിനിറ്റ് എടുക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഏകദേശം ഒരു 5 മിനിറ്റും കൂടെ മതിയാകും. ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകി നല്ല തിക്കായിട്ട് വരണം. ഈ സമയത്ത് ഇത് വിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ചുവട്ടിൽ പിടിച്ച് പോകരുത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്കിനി ഇതിനെ അടുപ്പിൽ നിന്ന് വാങ്ങാം. ഇത് നന്നായിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയതിനു ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന എള്ളും കൂടെ ഇട്ട് ഫ്രൈ ചെയ്യണം. ഇപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ളാണ് ചേർക്കേണ്ടത്. ഇനി ഇത് രണ്ടും കൂടെ ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് അവൽ വിളയിച്ചതിലേക്ക് ചേർക്കാനുള്ളതാണ്.
ഇപ്പോൾ നമ്മൾ ശർക്കരയും തേങ്ങയും കൂടെ വരട്ടി വെച്ചിരുന്നത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി അവൽ ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവൽ വെന്തതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് ഇത് നന്നായിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ അതും തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ആദ്യം കുറേശ്ശെ വേണം ചേർക്കാനായിട്ട്. കാരണം ഇത് 1 കിലോ അവലുണ്ട്. 2-3 പോർഷൻസ് ആയിട്ട് കുറേശ്ശെ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ബലം കൊടുത്ത് നമ്മൾ അവൽ പൊടിച്ച് കളയാൻ പാടില്ല. ഇനി ഇതിലേക്ക് അടുത്ത പോർഷൻ അവലും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ശർക്കരപ്പാനി അവലിലേക്ക് നന്നായിട്ട് മിക്സായി വരണം. ഇനി ലാസ്റ്റ് പോർഷൻ അവലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 കിലോ അവലുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ 2-3 പോർഷൻസ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന അവലിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നാട്ടിൽ നിന്നാണ്. എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ്. മമ്മി ഉണ്ടാക്കുന്ന അവൽ വിളയിച്ചതിന് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടലയും എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയി കഴിഞ്ഞു. നമുക്കിത് കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ 3 മാസത്തിൽ കൂടുതൽ ഒട്ടും കേടാവാതിരിക്കും. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒട്ടും വെള്ളമില്ലാത്ത കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം. ആവശ്യാനുസരണം നമുക്ക് പഴം ചേർത്ത് ഉപയോഗിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അവൽ വിളയിച്ചതാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക്